സംസ്ഥാന കൃഷി വകുപ്പ് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിസ്ഥിതി ദിന ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം രാജ്ഭവനിൽ നിന്ന് സെക്രട്ടറിയിലേക്ക് മാറ്റുകയുണ്ടായി. രാജ്ഭവനിൽ ഭാരതാംബയുടെ ഒരു ചിത്രം ഉണ്ടായതാണ് പ്രശ്നങ്ങളുടെ കാരണം. ഇത് മാറ്റാൻ മന്ത്രി ആവശ്യപ്പെട്ടു, പക്ഷേ മാറ്റില്ല എന്ന് ഗവർണർ തിരിച്ചും പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത്. ഇതിപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നു, അത് മാറ്റണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്നു. പക്ഷേ ഗവർണർ അതിന് വഴങ്ങുന്നില്ല. സ്വാഭാവികമായി പരിപാടി മാറ്റുന്നു. സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റിവെക്കുന്ന അപൂർവ സംഭവമാണ് ഒരു ചിത്രത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ വായിക്കേണ്ടത്? അതിൽ ഇത് പുറത്തേക്ക് മാറ്റിയെ സംബന്ധിച്ച് സർക്കാർ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു പരിപാടിയിൽ ഇതുപോലൊരു ചിത്രം ഭാരതാംബയുടേത് എന്ന് RSSകാർ പ്രചരിപ്പിക്കുന്നൊരു ചിത്രം എന്ന് നമ്മൾ പറയേണ്ടി വരും. RSSൻ്റെ കാവിധ്വജമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭാരതാംബ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു രൂപം, പുലിയുടെ പുറത്തിരിക്കുന്ന ഒരു ടൈഗറിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ചിത്രം, അതാണ് ഭാരതാംബയുടേതായിട്ട് RSS അവരുടെ എല്ലാ ഫങ്ഷൻസിലും ഉപയോഗിക്കാറ്. അതിൻ്റെ പരിവാര സംഘടനകളും ഉപയോഗിക്കാറ്. അത് തന്നെയാണ് രാജ്ഭവനിലും ഉപയോഗിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. അത് ഭരണഘടന ഇതിൻ്റെ പ്രിയാമ്പിളിൽ വ്യവസ്ഥ ചെയ്യുന്ന സെക്കുലറിസം എന്ന് പറയുന്ന ആശയത്തിന് എതിരാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിശദീകരണം. അത് കൃത്യവുമാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം വെച്ചാൽ ഭരണഘടന ഇതൊരു സെക്കുലർ സ്റ്റേറ്റായിട്ടാണ് ഇന്ത്യൻ യൂണിയനെ വിവക്ഷിക്കുന്നത്. അതിന് വിരുദ്ധമായ യാതൊന്നും നടന്നുകൂടാ എന്നുള്ളത് തന്നെയാണ് ഭരണഘടന അനുശാസിക്കുന്നത്. അതിന് വിരുദ്ധമായി നടന്നു കഴിഞ്ഞാൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭരണഘടനാനുസൃതം തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ അതിൽ പങ്കെടുക്കാൻ അത് പരിപാടി മാറ്റിവെക്കുന്നത്. അതൊരു ഉചിതമായ വിശദീകരണമാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതങ്ങനെ കരുതുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനോ കാർമ്മികനായിട്ടിരിക്കുകയും പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേദി ഒരു എന്താ പറയുക, ഒരു മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നിർവഹിക്കാൻ തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ രാജ്ഭവനുള്ളിലിരിക്കുന്ന RSSൻ്റെ പ്രവർത്തകരായ ശേഷം നേതാക്കളായി മാറിയ ആളുകൾക്ക് ഇതിലൊന്നും വലിയ തെറ്റുണ്ടെന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് അവർ നിശ്ചയിക്കും. ഇത് വേണ്ട എന്ന് പറയുന്നവർ ഭാരതാംബയെ നിന്ദിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കും. ഇത് രാജ്യത്തിന് വിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെന്തായാലും എതിർക്കപ്പെടും എന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തോടു കൂടി തന്നെയാണ് ആ ചിത്രം അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇത് എതിർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്രചരിപ്പിക്കേണ്ടത് എന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ പല BJP നേതാക്കളും ഭാരതാംബയെ എതിർക്കുന്ന ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ള പ്രസ്താവനയായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ അവരുടെ ഉദ്ദേശം. ഈ രാഷ്ട്രീയം, അത് രാജ്ഭവനെ ഉപയോഗിച്ച് മുൻകാലത്ത് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ രാജ്ഭവനെ ഏതു വിധത്തിലാണോ ഉപയോഗിച്ചിരുന്നത് അത് വേറൊരു രീതിയിലായിരുന്നു. ഇപ്പോൾ RN രവി തമിഴ്നാട്ടിൽ രാജ്ഭവനെ ഉപയോഗിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇത് കുറച്ചും കൂടെ തന്ത്രപരവും കുറച്ചും കൂടെ അപകടകരവുമായ ഒരു രീതിയിലാണ് ആർലേക്കർ രാജ്ഭവനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം വളരെ സൈലൻ്റാണ് എന്നാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തോന്നുക. സർക്കാരുമായിട്ട് വളരെ കോർഡിയലായിട്ടുള്ള റിലേഷനാണ് അദ്ദേഹത്തിന് എന്നാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തോന്നുക. പക്ഷേ വളരെ സൂക്ഷ്മതലത്തിൽ എങ്ങനെയാണ് രാജ്ഭവനെ ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് കേരളീയ സമൂഹത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്നുള്ളതിന് വളരെ കൃത്യമായി പഠിച്ച് ചെയ്യുന്ന ഒരാളായിട്ട് വേണം നമ്മൾ പുതിയ ഗവർണറെ കാണാൻ. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമ്മളിതിനെ കാണണം. രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റേതായ അന്തസ്സുണ്ട്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം എന്ന് തന്നെ പറയുന്നത്, ഒരാഴ്ച മുമ്പ് RSS സൈദ്ധാന്തികനായ ഗുരുമൂർത്തി രാജ്ഭവനിൽ വന്ന് പ്രസംഗിച്ചു. ആ സമയത്ത് അവിടെ വെച്ച അതേ ചിത്രമാണ്, അതാണ് ഇപ്പോഴും അവിടെ ഉള്ളത്.
രാജ്ഭവൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം ഇങ്ങനെ RSS സൈദ്ധാന്തികർക്ക് പ്രസംഗിക്കാനുള്ള ഇടമാകുന്നു, RSSൻ്റെ ചിഹ്നങ്ങൾ പൂവിട്ട് പൂജിക്കാനുള്ള ഇടമാകുന്നു എന്നത് ഒരു അപകടമല്ലേ? ഒരു RSS പ്രവർത്തകൻ അവിടെ ഗവർണറായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതൊരു പ്രശ്നമാണ്. കാരണം ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല, രാഷ്ട്രപിതാവിൻ്റെ വധത്തിൽ ആരോപണ വിധേയമായ, അതിനെ തുടർന്ന് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണത്. ആ സംഘടനയുടെ പ്രവർത്തകനായിട്ടിരുന്ന ഒരാൾ രാജ്ഭവനിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ പല രാജ്ഭവനുകളിലും കാണുന്നുണ്ട്. അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ആ ഗവർണർമാർ എന്താ പറയുക, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അവസരം കൊടുക്കാത്ത ഗവർണർമാരെ നമ്മൾ കണ്ടു. അത് തുടങ്ങി പല രീതിയിൽ ഈ ഗവർണർമാർ പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇത് സംഭവിക്കുന്നത്. RSS സൈദ്ധാന്തികനായ ഗുരുമൂർത്തി വിളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വേണമെങ്കിൽ ചോദിച്ചു. അയാൾ RSSകാരനാണ്, അയാൾ വന്ന് അയാളുടെ കാര്യം പറഞ്ഞു പോകുന്നു, ഇത്രയല്ലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഗവൺമെൻറ്റിൻ്റെ, ഒരു സ്റ്റേറ്റിൻ്റെ അധിപനായിട്ടിരിക്കുന്ന ആളാണ് ഗവർണർ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. അവിടേക്ക് എന്തിനാണ് ഒരു RSSകാരനെ, RSSൻ്റെ സൈദ്ധാന്തികനായ ഒരാളെ വിളിച്ചു വരുത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. മാത്രമല്ല, ഈ ഗുരുമൂർത്തിയെക്കുറിച്ച് വേറെ RSS സൈദ്ധാന്തികൻ മാത്രമല്ല, വേറെയും അലിഗേഷൻസ് ഉണ്ട്. 2002 ഗുജറാത്ത് വംശഹത്യാശ്രമ കേസിലെ പ്രതികളായിട്ടിരിക്കുന്ന ആളുകൾക്ക് കോടതി ഡോക്യുമെൻറ്റ്സ് ചോർത്തിക്കൊടുത്തത് ഗുരുമൂർത്തിയാണ് എന്നുള്ള അലിഗേഷൻ, ഇതൊരു അലിഗേഷനാണ്. ഈ അലിഗേഷൻ ഇമെയിലുകൾ ചോർത്തിയെടുത്ത് അത് പ്രതികളുടെ അഭിഭാഷകർക്ക് കൈമാറിക്കൊടുത്തു എന്നുള്ള ആക്ഷേപം സഞ്ജീവ് ഭട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകളായിട്ട് അദ്ദേഹം ഇമെയിൽസ് ലീക്ക് ചെയ്തത് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ അതിന് എന്താ പറയുക, കമ്പ്യൂട്ടേഴ്സ് ഹാക്ക് ചെയ്തു എന്നുള്ള അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ടാണ് അതിനെ അന്ന് പ്രതിരോധിച്ചത്. അപ്പോൾ ഇത് വെറും RSS സൈദ്ധാന്തികനല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിവുള്ള അത്തരം ക്രിമിനൽ വാസനയുള്ള ആളുകളാണ്. അവരെയാണ് കൊണ്ടുവന്ന് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രഭാഷണം നടത്താനായിട്ടോ അല്ലെങ്കിൽ പ്രബന്ധം അവതരിപ്പിക്കാനോ ഒക്കെ ആയിട്ട് ക്ഷണിച്ചു വരുത്തുന്നത്. അതൊന്നാമത്തെ പ്രശ്നം. അതേ ചടങ്ങിൽ തന്നെയാണ് ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതേ ചിത്രം തന്നെയാണ് ഇന്ന് ഈ പരിസ്ഥിതി ദിന ആഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വയ്ക്കാൻ തീരുമാനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് അറിയാതെ മന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുകയും അവിടെ ചെല്ലുമ്പോൾ ഈ പൂവ് അർപ്പിക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. മന്ത്രിക്ക് അത് ചെയ്യാൻ പറ്റും. ചെയ്താലൊരു കോൺട്രവേഴ്സി, ചെയ്തില്ലെങ്കിൽ കുറേ കൂടെ വലിയ കോൺട്രവേഴ്സി. അത്രയും വലിയൊരു കോൺട്രവേഴ്സിയിൽ നിന്ന് സർക്കാർ തൽക്കാലം രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ BJPയോ സംഘപരിവാരമോ ആഗ്രഹിച്ച കോൺട്രവേഴ്സി അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ളൊരു ഇവൻ്റായിട്ട് അതവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലൊക്കെ രാജ്ഭവനിൽ ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതിലൊക്കെ ഈ പറയുന്ന ചിത്രം അവിടെ ഉണ്ടാവും. ആ ചിത്രത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രശ്നമാവും. അതിനെ വിമർശിക്കുന്നവരും മുഴുവൻ ഭാരതാംബയെ അവഹേളിക്കുന്നവരാവും, അല്ലെങ്കിൽ രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കപ്പെടും. ഇതിനു വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നൊരു പണിയാണിത്. ഇന്നിപ്പോൾ കൃഷിമന്ത്രി P. പ്രസാദ് ഇതിന് വിശദീകരണം കൊടുക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യം, ഭാരതാംബയുടെ ചിത്രത്തിനല്ല പ്രശ്നം, RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ഒരു ചിത്രമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അതായത് പാകിസ്ഥാൻ അടക്കമുള്ള എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഒരു സിംഹത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു ഭാരതാംബ എന്ന ആ ഒരു പ്രതീകം, അതിനെയാണ് പ്രശ്നവൽക്കരിക്കുന്നതെന്നാണ് കൃഷിമന്ത്രി പറയുന്നത്. രാജ്ഭവനോട് ഇത് മാറ്റാൻ പറഞ്ഞ സമയത്ത് രാജ്ഭവനിൽ എന്ത് വെക്കണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കും എന്ന രൂപത്തിലുള്ളൊരു തെറ്റൂര രൂപത്തിലുള്ളൊരു മറുപടിയാണ് നൽകിയത് എന്നും പറയുന്നു. സർക്കാരും ഗവർണറും കൂടി വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സംഘർഷം അവിടെ ഓൾറെഡി ഉണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ ഇവർ വളരെ കോഡിയലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും ആശയപരമായ ആ സംഘർഷം അവിടെ എല്ലാ കാലത്തും ഉണ്ട്. ആ സംഘർഷത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആർലേക്കർ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ മന്ത്രി പ്രസാദ് പറയുന്നു ഭാരതാംബയോടല്ല വിയോജിപ്പെന്ന്. ഭാരതാംബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേവി നമ്മുടെ വേദപുരാണങ്ങൾ നോക്കിയാൽ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അങ്ങനൊരു ദേവിയെ വേദങ്ങളിലോ പുരാണങ്ങളിലോ 33 കോടി ദേവീ ദേവന്മാരുണ്ട് എന്നാണ് ഹൈന്ദവ ഇതിലുള്ള സങ്കല്പമാണ്. 33 കോടി. ഈ 33 കോടി ദേവീ ദേവന്മാർക്കിടയിൽ ഭാരതാംബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേവിയെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അത് ഒരു ദേവീ സ്ഥാനത്തേക്ക് വരുന്നത് വെച്ചാൽ രാജ്യത്തെ ഒരു മാതൃസ്ഥാനത്ത് കാണുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഇതിനൊരു പുണ്യപരിവേഷമൊന്നും നമ്മൾ കൽപ്പിക്കേണ്ട കാര്യമില്ല. രാജ്യത്തെ ഒരു മാതാവായി കണ്ട്
നമ്മളതിനെ ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന കാലത്ത് അതിനൊക്കെ കുറേ കൂടെ ഊർജ്ജം നൽകാൻ പാകത്തിന് ഭാരത മാതാവ് എന്നൊക്കെ പറഞ്ഞ് രാജ്യം ഒരു മാതാവാണ്, നമ്മുടെ ജന്മഭൂമി നമ്മുടെ അമ്മയുടെ സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വികാരം ജനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ടേമാണ്. അത് പിന്നീട് ഈ പാകത്തിൽ രൂപവും ഭാവവും ഒക്കെ നൽകി അവതരിപ്പിക്കുക എന്നുള്ള പണിയാണ് RSS ചെയ്തത്. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ദേവിയായിട്ട് മാറി. ഇപ്പോൾ വാരണാസിയിലോ ഹരിദ്വാറിലോ ഒക്കെ ഭാരതാംബയുടെ പേരിൽ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ഭോപ്പാലിൽ വലിയ എന്താ പറയുക, ഇപ്പോൾ സർദാർ പട്ടേലിൻ്റെ അതുപോലത്തെ വലിയ പ്രതിമ ഭാരതാംബയുടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് മധ്യപ്രദേശ് സർക്കാർ. അങ്ങനെ പല സംഗതികൾ. അതുപോലെ ഈ ഔദ്യോഗിക ചടങ്ങുകളിൽ പോലും, സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ പോലും പലയിടത്തും ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്താനും അങ്ങനെ പൗരബോധം ഉണർത്താനും ഒക്കെ ആയിട്ട് ഒരു അഭിയാൻ ഈ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്താണ്, ഒന്നാം NDA സർക്കാരിൻ്റെ കാലത്താണ് അത് തുടങ്ങിയെന്ന് തോന്നുന്നു. മോഡി സർക്കാരിൻ്റെ കാലത്താണ് അത് തുടങ്ങിയെന്ന് തോന്നുന്നു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇതേപോലെ ഭാരതാംബയുടെ പടം വയ്ക്കുകയും നമ്മുടെ സൈന്യ ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ട് അതിന് പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതാണ് ഇനി നടക്കേണ്ടത് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു എക്സ്റ്റൻഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഒരു മതത്തിൻ്റെ ചടങ്ങുകളോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം എന്നുള്ളൊരു ഫീൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ സംഭവിക്കണം. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭാരതാംബയുടെ പടം വയ്ക്കുക, അതിനെ പൂജിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പൂജ ഇതൊക്കെ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പതുക്കെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിനെ നിരാകരിക്കുമ്പോൾ ഇത് ഭരണഘടനയിൽ ഇതല്ല, ഭരണഘടന ഇതൊരു സെക്കുലർ ഡെമോക്രസി ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു മതത്തിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എന്താ പറയുക ഒരു പബ്ലിക് ഡൊമൈൻ, പബ്ലിക് സർക്കാർ പരിപാടികളിൽ പ്രാമുഖ്യം നേടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളുകളാണ്, ഇവർ രാജ്യദ്രോഹികളാണ്, ഭാരതാംബയെ അവഹേളിക്കുകയാണ്, ഈ നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പണിയാണ്. ഇതൊരു അപകടകരമായ കളിയാണ്. അപ്പോൾ ഇതിനോട് ഇപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഇതിനെ എതിർക്കുന്നുണ്ട്. UDFും LDFും ഇതിനെ ഒരുപോലെ എതിർക്കുന്നുണ്ട് എന്നുള്ളത് കുറേ കൂടെ ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ ഇതിനെ സൂക്ഷ്മതലത്തിൽ ഇതിൻ്റെ കുഴപ്പം എന്താണ്, ഇതെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പണി കൂടെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഏത് കളവും ഏത് വ്യാജവും ഉപയോഗിക്കാൻ മടിക്കാത്ത ആളുകൾ ഈ വൈകാരികമായൊരു ത്രെഡുള്ള ഈ സംഗതിയെ, ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഇമേജിനെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അതിലേക്ക് ഒരു ആഡ് ഓൺ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു വിഷയം കൂടി സംഭവിക്കുകയാണ്. ഇപ്പോൾ ഇതിന് മറുപടി എന്നോണം ഇന്ന് ഗവർണർ പരിസ്ഥിതി ദിന പ്രഭാഷണം അദ്ദേഹത്തിന് ആ ചടങ്ങിൽ നടത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചിത്രം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു, എന്ത് ചിന്താധാരയാണ് ഇവരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടെൻഷൻ, ഈ ഒരു സംസ്ഥാന സർക്കാരുകൾ, നമ്മൾ ഫെഡറലിസം മുൻനിർത്തി ഇത് ചർച്ച ചെയ്തതാണ്, ഈ ഒരു ടെൻഷൻ ഇത് വീണ്ടും ഇങ്ങനെ അധികരിക്കുകയല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി അധികരിക്കും. മാത്രമല്ല ഗവർണർ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ, ഈ ചിത്രം മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, എന്ത് ചിന്താധാരയാണ് ഇവരുടെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഭരണഘടന മനസ്സിലാവുന്നില്ല എന്നാണ് അതിൻ്റെ മലയാളം. വളരെ ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പോലും മനസ്സിലാകാത്ത ആളാണ് രാജ്യത്തിൻ്റെ ഗവർണർ എന്നാണ് ആ പറഞ്ഞതിൻ്റെ മലയാളം. അപ്പോൾ ആ മാനസികാവസ്ഥയുള്ള ആളുകളാണ്. അപ്പോൾ അവരുമായിട്ട് കോൺഫ്രണ്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നോൺ BJP ഗവൺമെൻറ് ആണല്ലോ. അപ്പം നോൺ BJP ഗവൺമെൻറ്റുകളുള്ള എല്ലാ സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും ഗവർണർമാരുമായിട്ടുള്ള യുദ്ധം തന്നെയാണ്. അതിപ്പോൾ തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി പറഞ്ഞു ഗവർണർ ഇത്ര ദിവസത്തിനകം ഒപ്പിടണം, ഇല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം, രാഷ്ട്രപതി പോലും ഇത്ര ദിവസത്തിനകം ഒപ്പിടണം എന്ന് വ്യവസ്ഥ ചെയ്ത് ഉത്തരവിറക്കി. ഈ സമയപരിധി കഴിഞ്ഞുകൊണ്ട് ഗവർണർ ഒപ്പിടാത്ത ബില്ലുകൾ പോലും ഒപ്പിട്ടതായി കണക്കാക്കുകയാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? രാഷ്ട്രപതിയെ കൊണ്ട് സുപ്രീം കോടതിക്ക് ഒരു റെഫറൻസ് കൊടുപ്പിച്ചു. ഇങ്ങനെ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? ഭരണഘടനയിൽ ഈ എന്താ പറയുക സമയക്രമം പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സമയക്രമം? അവിടെ അവർക്ക് ഭരണഘടന ആവശ്യമാണ്, ഇവിടെ അവർക്ക് ഭരണഘടന ആവശ്യമല്ല. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഈ എന്താ പറയുക സംഘപരിവാരത്തിൻ്റെ ഈ
പ്രോജക്റ്റിൻ്റെ ഒരു പരിപാടി അത്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും, അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇതിനെ തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ളത്. എന്തായാലും ഇത് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് കൂട്ടുകയേ ഉള്ളൂ. ഒരു പക്ഷേ ആർലേക്കർ അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചുകൊണ്ട് പരസ്യമായിട്ടുള്ള വിമർശനങ്ങൾക്ക്, ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഗവർണറായിരുന്ന സമയത്ത് കണ്ടതുപോലെ വളരെ രൂക്ഷമായിട്ടുള്ള റിയാക്ഷൻസ്, തെരുവിലിറങ്ങിയിട്ടുള്ള പ്രകടനങ്ങൾ, ഇപ്പോൾ മിഠായി തെരുവിലൊക്കെ വന്ന് കാണിച്ച പ്രകടനങ്ങൾ നമുക്കറിയാമല്ലോ. അതുപോലുള്ള പ്രകടനങ്ങൾക്കൊന്നും ഒരു പക്ഷേ ആർലേക്കർ തയ്യാറായേക്കില്ല. പക്ഷേ വളരെ സൂക്ഷ്മമായി ഗവൺമെൻറ്റിനെ ട്രാപ്പിലാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. റൈറ്റ്. രാജ്ഭവൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ RSS പ്രതീകവൽക്കരിക്കുന്ന ഒരു ചിത്രം അത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ വെക്കുന്നത് എന്തുകൊണ്ടും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ പരിപാടി മാറ്റാൻ തീരുമാനിച്ചത്. അതെന്തുകൊണ്ടും ഉചിതമായ തീരുമാനം തന്നെയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭരണഘടനയുടെ സുരക്ഷിതത്വത്തിനും മുന്നോട്ട് പോക്കിനൊക്കെ അനിവാര്യമാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കേണ്ടവർ. ദൗർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല എന്നതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.